പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമസ്കാരം. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. എൻ്റെ പേര് സിന്ധു ഫ്രാൻസിസ് കെ, സെൻറ് തോമസ് HSS തോപ്പ് തൃശ്ശൂർ, മലയാളം HST ആണ്. ഇപ്പോൾ അടിസ്ഥാന പാഠാവലി 9ാം ക്ലാസ്സിൻ്റെ അടിസ്ഥാന പാഠാവലിയിലെ ഹരിതമോഹനം എന്ന കഥ നമ്മൾ കുറച്ചൊക്കെ പഠിച്ചു. ബാക്കി വായിക്കുകയാണ്. പേജ് 9. ഞാൻ എഴുന്നേറ്റ് മുണ്ട് മുറുക്കി ചുറ്റി. എങ്കിലും ഉടനെ അഴിഞ്ഞു പോകും എന്ന മട്ടിലെ എനിക്ക് മുണ്ടുടുക്കാൻ അറിയൂ. ഞാൻ കതകു തുറന്നു. മുന്നിൽ ഞങ്ങളുടെ ഫ്ലാറ്റിൻ്റെ മുഖ്യ നോക്കി നടത്തിപ്പുകാരൻ രാജൻ പിള്ള കറുപ്പിച്ചു പിടിച്ച മുഖത്തോടെ രാജൻ പിള്ള എന്നോട് തിരക്കിഞ്ചല് അന്വേഷിച്ചു. മിസ്റ്റർ അരവിന്ദാക്ഷൻ, ലിഫ്റ്റിൽ ഇന്ന് എന്താണ് സംഭവിച്ചത് പെട്ടെന്ന് ഓർമ്മയൊന്നുമില്ല. ഓർമ്മ വന്നപ്പോൾ നേരിയ ചമ്മലോടെ ഞാൻ എന്നെ ചിരിക്കുകയും ചെയ്തു. നിങ്ങളുടെ ചിരി കാണാനല്ല മിസ്റ്റർ ഞാൻ വന്നത്, കംപ്ലൈന്റ് കിട്ടിയിട്ടാണ്, മനസ്സിലായോ? ചിരി മാഞ്ഞ് ഞാനൊന്ന് തല കുളിച്ചു. എൻ്റെ മക്കളുടെ മുന്നിൽ, ഭാര്യയ്ക്ക് മുന്നിൽ അവരറിയാതെ ഞാൻ നടത്തിയ ഒരു പ്രവൃത്തി തുറന്നു വയ്ക്കപ്പെടാൻ പോവുകയാണ്. എൻ്റെ നിശബ്ദത രാജൻ പിള്ളയെ വീണ്ടും കുപിതനാക്കി. ഈ ഫ്ലാറ്റിലെ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരേയൊരു ലിഫ്റ്റാണ് അത്. അതിനകത്ത് വെച്ച് തോന്നിയാസം കാണിക്കാൻ ഞാൻ അനുവദിക്കില്ല. അതല്ല, കള്ളത്തരം കാണിച്ചിട്ട് വീട്ടിൽ കയറിയിരുന്നാൽ നിങ്ങളെ ആരും കണ്ടുപിടിക്കില്ലെന്ന് കരുതിയോ? എനിക്ക് പിറകിൽ സുമനക്കരികിലേക്ക് തന്മയയും പീലിയും പേടിയോടെ നീങ്ങിപ്പോകുന്നതും സുമന അവരെയും ചേർത്ത് പിടിച്ച് കിടപ്പുമുറി വാതിലോളം വന്ന് പതുക്കെ പുറത്തേക്ക് നോക്കുന്നതും ഞാൻ മനസ്സിലാക്കി. ആവുന്നത്ര താഴ്മയോടെ ഞാൻ പറഞ്ഞു, രാജൻ പിള്ളച്ചേട്ടാ, മണ്ണ് കൊണ്ടുവരുമ്പോ കവർ പൊട്ടി കുറച്ച് മണ്ണ് ലിഫ്റ്റിൽ. പാവം അയാളുടെ ഒരു അവസ്ഥ. രാജൻ പിള്ളയുടെ ശബ്ദമുയർന്നു. കുറച്ചോ? ലിഫ്റ്റിൽ കയറിയ കുട്ടികളുടെ കയ്യും നീട്ടിപ്പിടിച്ച മിസ്സിസ് പൂർണിയും മിസ്സിസ് ചന്ദ്രധാരയും എൻ്റെ അടുത്ത് വന്നത്. അവർക്ക് വല്ല അസുഖവും വന്നാ നിങ്ങൾ സമാധാനം പറയുമോ? അല്ല, പറയുമോന്ന്. എന്താണ് ഇദ്ദേഹം ചെയ്ത തെറ്റ്? ഒരു കവറില് ചെടി കൊണ്ടുവന്നു. ലിഫ്റ്റിൽ വെച്ച കവർ പൊട്ടി കുറച്ച് മണ്ണ് പോയി. ആ മണ്ണിനോടുള്ള സ്നേഹമൊന്നും പിന്നീടുള്ള ആളുകൾക്കില്ല. കാരണം അവരുടെ ജീവിത ശൈലി എങ്ങനെയാണ്? ഫ്ലാറ്റിലാണ് അല്ലെ? ഒട്ടേറെ നിലകളായിട്ട് കെട്ടിപ്പൊക്കിയ ഒരു കെട്ടിടത്തിന്റെ ഒരു ഭാഗം, അതാണ്, അവിടെയാണ് താമസിക്കുന്നത്. അവിടെ മണ്ണിന് ഒരു പ്രസക്തിയില്ല, മണ്ണുമായിട്ടുള്ള ബന്ധം ഇല്ല. ഞാൻ വല്ലാതായി. ഒരു ക്ഷമാപണം പോലെ പറഞ്ഞു, ഇവിടെ വന്നിട്ട് ക്ലീനിങ്ങിലേക്ക് വിളിച്ചു പറയണമെന്ന് ഞാൻ കരുതിയതാ, പക്ഷേ മറന്നുപോയി. അത് സത്യമാണ്, ഞാൻ എല്ലാം മറന്നുപോയിരുന്നു. വല്ലാത്തൊരു നിർവൃതിയുടെ ലോകത്തായിരുന്നു ഞാൻ. പിന്നീട് തിടുക്കത്തിൽ ഞാൻ അറിയിച്ചു, ഇപ്പോൾ തന്നെ വൃത്തിയാക്കാം, രാജൻ പിള്ളച്ചേട്ടൻ പൊക്കോളൂ. പിറകിലേക്കൊന്ന് പാളി നോക്കി ഭാര്യയുടെയും മക്കളുടെയും മുഖഭാവങ്ങൾ വിലയിരുത്തിക്കൊണ്ട് ഞാൻ രാജൻ പിള്ളയോട് ചിരിക്കാൻ ശ്രമിച്ചു. അയാളൊന്ന് തണുത്തതായി തോന്നി. നന്നായി പാക്ക് ചെയ്യാതെ ഫിഷും മീറ്റുമൊന്നും ലിഫ്റ്റിലൂടെ കൊണ്ടുവരരുതെന്ന് നമ്മൾ എല്ലാ മെമ്പേഴ്സിനോടും പറഞ്ഞിട്ടുള്ളതല്ലേ? എന്നിട്ടാണോ മണ്ണ് കൊണ്ടുവന്ന് വൃത്തികേടാക്കുന്നത്? കംപ്ലൈന്റ് കിട്ടിയ ആരാണെന്നൊന്നും ഞാൻ നോക്കുകയില്ല, പറഞ്ഞേക്കാം. എൻ്റെ നെഞ്ച് എന്തിനോ സങ്കടം കൊണ്ട് പൊട്ടുന്നതായി തോന്നി. അതിൻ്റെ അടിയിൽ വരയ്ക്കുക. എൻ്റെ നെഞ്ച് എന്തിനോ സങ്കടം കൊണ്ട് പൊട്ടുന്നതായി തോന്നി. കാരണം എന്താ? അതിന്റെ കാരണം അതിന്റെ അടിയിൽ പറയുന്നുണ്ട്. ഇദ്ദേഹം വല്ല തെറ്റും ചെയ്തോ? ചെടി കൊണ്ടുവന്ന് ഒരു കവറിലാക്കിയിട്ട്, മണ്ണ് നിറച്ച കവറിലാണ്, ഫ്ലാറ്റിലാണ് ജീവിതം. അപ്പോ കവർ പൊട്ടി, അല്പം മണ്ണ് അതിൻ്റെ ഉള്ളിൽ പോയി. ക്ലീനിങ്ങിലേക്ക് വിളിച്ചു പറയാൻ വിചാരിച്ചു. അദ്ദേഹം ആ ചെടി കൊണ്ടുവരുന്ന നിർവൃതിയിലെ ആ പ്രകൃതിയോടുള്ള സ്നേഹം
ചെടി നടുന്നതിനോടുള്ള സ്നേഹം അതൊരു നിർവൃതിയായിട്ട്, ഒരു സന്തോഷ അനുഭൂതിക്കായിട്ട് അദ്ദേഹത്തിന് തോന്നി. അദ്ദേഹം മറന്നുപോയി. എന്തിനാണ് നെഞ്ചു പൊട്ടുന്നതായി തോന്നിയത്? അതിന് തൊട്ട് താഴെ വരുന്ന ഖണ്ഡികയിൽ അതിന്റെ ഉത്തരവുണ്ട്. ഒരിക്കൽ ലിഫ്റ്റിനുള്ളിൽ ഞാൻ ചോരത്തുള്ളികൾ കണ്ടിട്ടുണ്ട്. അകത്തേക്ക് വെച്ച കാൽ പുറത്തേക്ക് എടുക്കാനാവാതെ ഞെട്ടിവിറച്ച് നിന്നുപോയി. നിലത്തും ഭിത്തിയിലും കണ്ട രക്തപ്പാടുകളിൽ നിന്ന് ഏതോ ജീവിയുടെ ജീവന്റെ നിലവിളി അപ്പോഴും ഉയരുന്നുണ്ടായിരുന്നു. ഇറച്ചിക്ക് വേണ്ടി ജീവനെടുത്ത ജന്തുവിന്റെ ചോരയേക്കാൾ അറപ്പിക്കുന്നതും നികൃഷ്ടവുമാണോ മണ്ണ്? അല്ല, മണ്ണൊരിക്കലും അറപ്പിക്കുന്നതും നികൃഷ്ടവുമല്ല. അതിൽ തന്നെയാണ് നമ്മുടെ വേരുകള് പടർന്നിരിക്കുന്നത്, അല്ലെ? നമുക്ക് കൃഷി ചെയ്യണം, ഫലങ്ങൾ ഉണ്ടാകണം. 9ന്റെ അടിസ്ഥാന പാഠാവലിയിലെ 2ാമത്തെ പാർട്ട്. അപ്പൊ ചോരത്തുള്ളികൾ കണ്ടു. ആ ചോരത്തുള്ളികൾ കണ്ടു. അത് ഇദ്ദേഹത്തിന്റെ നെഞ്ചില് വലിയ അസ്വസ്ഥത ഉണ്ടാക്കി. അദ്ദേഹം പെട്ടെന്ന് പിറകോട്ട് കാൽ വലിച്ചു മാറി എന്നാണ് പറയുന്നത്. അപ്പോഴൊന്നും ഈ രാജൻ പിള്ളച്ചേട്ടൻ ഈ കംപ്ലൈന്റ് കിട്ടി വന്നില്ല. ഇതിൽ മറ്റൊരു പ്രത്യേകത ആംഗലേയ ഭാഷാ പ്രയോഗമാണ്. നമുക്ക് ഇതിന് മുന്നത്തെ വരികള് ഫിഷ്, മീറ്റ്, അല്ലെ, കംപ്ലൈന്റ് തുടങ്ങിയവയുടെ അടിയിലൊക്കെ വരച്ചിടുക. അതൊക്കെ എന്താണ്? ഈ കഥ അവതരിപ്പിക്കുമ്പോൾ സുസ്മിത് ചന്ദ്രത്ത് ഇന്നത്തെ ഒരു കാലഘട്ടത്തിന്റെ പ്രത്യേകത പറയാണ്. എല്ലാവരുടെയും സംസാരം എങ്ങനെ കടന്നു പോകുന്നു? എപ്പോഴും ആംഗലേയ ഭാഷ, ഇംഗ്ലീഷ് ഭാഷയിലാണ് കൂടുതലും കടന്നു പോകുന്നത്. അതൊക്കെ ഇതിന്റെ ഉള്ളില് കടന്നു വരുന്നുണ്ട്. പുറത്തേക്ക് ഇറങ്ങാൻ ഭാവിച്ച രാജൻ പിള്ള തിരിഞ്ഞു നിന്നു. എല്ലാവരും മണ്ണും പൊടിയും അടിച്ചു വാരി പുറത്തു കളയുമ്പോൾ താൻ എന്തിനാ മണ്ണ് വലിച്ച് അകത്തേക്ക് കൊണ്ടുവരുന്നത്? അതൊരു സംശയമായിരുന്നു രാജൻ പിള്ള ചേട്ടന്റെ. അദ്ദേഹം അവിടുത്തെ സെക്യൂരിറ്റിയാണ്, നമുക്ക് ഇതിനകം മനസ്സിലാകുന്നു. പെട്ടെന്നൊരു മറുപടി സത്യസന്ധമായി പറയാൻ എനിക്കായില്ല. എങ്കിലും ഭാഗികമായൊരു കള്ളം ഞാൻ പറഞ്ഞു. ഒരു പൂച്ചെടി കിട്ടി. മിനറൽ വാട്ടറിന്റെ ബോട്ടിൽ മുറിച്ച് മണ്ണ് നിറച്ച ടെറസിൽ വെക്കാമെന്ന് കരുതി. അയ്യോ പാവം, അതിന് വല്ല മണിപ്ലാന്റും പോരെ? അതാവുമ്പോ വെള്ളം മതിയല്ലോ. അല്ലെങ്കിൽ ഒറിജിനലിനെ വെല്ലുന്ന പ്ലാസ്റ്റിക് ചെടി കിട്ടും. മണിപ്ലാന്റ് കുറച്ച് വെള്ളമൊക്കെ ആയിട്ട് നമ്മൾ അകത്തൊക്കെ സൂക്ഷിക്കുന്ന ചെടികളാണ്, അല്ലെ? ബോൺസായി വൃക്ഷങ്ങളാണ് ഇന്ന് നമ്മള് അലങ്കാരത്തിൽ ഉപയോഗിക്കുന്നതും വളർത്തുന്നതും. നമുക്ക് സ്ഥലമില്ല, ഫ്ലാറ്റിൽ ഒട്ടും പറ്റില്ല. ഞാൻ ചിരിച്ചതേ ഉള്ളൂ. നിലത്തു വളരുന്ന ചെടികളോടും പൂക്കളോടും അനിഷ്ടമില്ലാത്തയാളാണ് രാജൻ പിള്ള. എന്തായാലും ഒരു ആശ്വാസമുണ്ട്. അത്ര അധികം ദേഷ്യമൊന്നും രാജൻ പിള്ളക്ക് ആ ഒരു കാര്യത്തിലില്ല. ഇഷ്ടമുണ്ട്, ഇഷ്ടമില്ലാത്ത അവസ്ഥ എന്ന് അങ്ങനെ ഒരു അവസ്ഥയില്ല, ഇഷ്ടമുണ്ട്. അതുകൊണ്ടാവണം കൂടുതലൊന്നും പറയാതെ അയാൾ ഇറങ്ങിപ്പോയി. എന്തായാലും പിന്നീട് അയാള് അല്ലാതെ ദേഷ്യപ്പെടാൻ നിന്നില്ല. അയാൾ ഇറങ്ങിപ്പോയി. ഒരാശ്വാസത്തോടെ ഞാൻ കഥകടച്ച് തിരിയുമ്പോൾ മത്സരത്തിൽ 1ഉം 2ഉം 3ഉം സ്ഥാനം കിട്ടിയവർ നിൽക്കുന്നത് പോലെ സുമനയ്ക്ക് ഇരുവശത്തുമായി മക്കൾ 2 പേരും നിശ്ചലരായി എന്നെ തന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അവരിലെ 1ാം സ്ഥാനക്കാരിയായ സുമനയെ കുറ്റവാളികൾക്ക് ലഭിക്കുന്ന തരം ആത്മനിന്ദയോടെയും ജാളിത്തോടെയും ഞാൻ നോക്കി. നാണക്കേടായി. ഭാര്യയുടെയും മക്കളുടെ മുമ്പിൽ ആകെ ചമ്മി തോലുരിഞ്ഞു. ചിരിക്കുകയൊന്നും ചെയ്യാതെ എന്നെ ഒന്ന് ഇരുത്തി നോക്കിയിട്ട് അവൾ മുറിക്കകത്തേക്ക് തന്നെ പോയി. മക്കൾ ഓടി എന്റെ അടുത്തേക്ക് വന്നു. ഇളയവൾ അലിവൂർന്ന മുഖത്തോടെ പറഞ്ഞു, അച്ഛനെ അങ്കിള് ചീത്ത പറഞ്ഞപ്പോ പീലിമോള് പേടിച്ചു പോയി. പീലിയെ വാരിയെടുത്ത് ഞാൻ ഉമ്മ വെച്ചു. പിന്നെ ആശ്വസിപ്പിച്ചു, അങ്കിള് ചീത്ത പറഞ്ഞതല്ലോ, ലിഫ്റ്റ് വൃത്തിയായി സൂക്ഷിക്കണമെന്ന് പറഞ്ഞതല്ലേ, അത് സാരമില്ല കേട്ടോ. അച്ഛൻ കൈകൊണ്ടാണോ മണ്ണെടുത്തത്? എങ്കിൽ അമ്മയും ചീത്ത പറയും. മണ്ണ് ഇച്ചിച്ചിയാ. നമ്മുടെ സാധാരണ രീതിയാണത്, അല്ലെ? കുട്ടികളെ മണ്ണിൽ കളിക്കാൻ നമ്മൾ അനുവദിക്കാറില്ല. ഇച്ചിച്ചി, അപ്പി എന്നൊക്കെ പറഞ്ഞ് നമ്മള് മാറ്റും. മണ്ണുമായുള്ളൊരു ബന്ധം ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് ഇല്ല. അപ്പോ അമ്മ അച്ഛനെ ചീത്ത പറയും, കൈകൊണ്ട് മണ്ണെടുത്തതിന്. കൈ മണ്ണിൽ തൊടരുത്, അത് വൃത്തികേടാണ് എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിനെ പരിഹസിക്കുകയാണ് സുസ്മിത് ചന്ദ്രത്ത്. പീലി ഒച്ച താഴ്ത്തി പറഞ്ഞു. ഞാനൊന്ന് പുഞ്ചിരിച്ചു പോയി. സുമന കേൾക്കുന്നുണ്ടാവുമോ മകളുടെ ജാഗ്രത? അത്രയും നേരം നിശബ്ദയായിരുന്ന തന്മയ കാര്യഗൗരവത്തോടെ ചോദിച്ചു, എവിടെയാ അച്ഛൻ സോയിൽ സൂക്ഷിച്ചിരിക്കുന്നത്? പൂക്കളൊക്കെയും വാക്കുകളാകുമ്പോൾ പാർട്ട് 3 വരുന്നത്, പേജ് 11.
എവിടെയാ അച്ഛൻ സോയിൽ സൂക്ഷിച്ചിരിക്കുന്നത്? എന്താണ് ഇന്ന് സംഭവിച്ചത്? രാവിലെ ഉണർന്നയുടനെ ഒരാവേശം ഞാൻ അറിയാതെ എന്നിൽ നിറയുകയായിരുന്നു. എന്തിനുള്ള ആവേശമാണ്? ചെടി കൊണ്ടുവരാൻ, അത് നടാൻ, സ്ഥലമില്ലാത്ത ഫ്ലാറ്റിൽ കൊണ്ടുവയ്ക്കാൻ, അതിനുള്ള ആവേശമായിരുന്നു. താഴെ ഇറങ്ങി റോഡിലൂടെ 1/2 കിലോമീറ്റർ നടന്ന് മണ്ണിളകി കിടക്കുന്ന ഒരിടത്തു നിന്ന് വെറും കൈകൊണ്ട് വാരി പോളിത്തീൻ കവറിലാക്കിയാണ് ഞാൻ മണ്ണ് കൊണ്ടുവന്നത്. ഒരു മഹാനഗരത്തിൽ താമസിക്കുന്നതിനിടെ മണ്ണ് അന്വേഷിച്ചു പോകേണ്ടി വരുമ്പോഴേ മണ്ണ് കിട്ടാനില്ലാത്തതിന്റെ സങ്കടം ബോധ്യമാവൂ. ഈ പറയുന്ന അത്ര എളുപ്പമൊന്നുമില്ല മണ്ണ് കിട്ടാനായിട്ട്. തുണി മടക്കി വെച്ചു കഴിഞ്ഞതിനാലാണോ, പൂച്ചെടി കാണാനുള്ള സ്ത്രീ സഹജമായ കൗതുകം കൊണ്ടാണോ എന്നറിയില്ല, സുമന ഞങ്ങളുടെ അടുത്തേക്ക് തന്നെ വന്നു. ഷൈനാൻറ്റി ആണോ അച്ഛന് പ്ലാന്റ് തന്നത്? തന്മയ ചോദിച്ചു. വലിയ പൂവുണ്ടാവും അല്ലേ അച്ഛാ? പീലി ഒച്ച വെച്ച് എനിക്ക് ചുറ്റും ഒന്ന് ഓടി. അപ്പോഴത്തെ അമ്പരപ്പുകൾക്കിടയിലും എനിക്ക് ആഹ്ലാദം തോന്നി. പൂക്കൾ വിടരുന്ന ഒരു ചെടി തൊട്ടടുത്ത് വളരുന്നത് മക്കൾക്ക് ഇനി മുതൽ കാണാം. ഞാനതിനെ മണ്ണ് നിറച്ച പാത്രത്തിൽ നടുന്നതും ടെറസിലേക്ക് സൗകര്യം നോക്കി വയ്ക്കുന്നതും അവർക്ക് പുതിയ അനുഭവമാകും. മത്സരിച്ച് അവർക്കതിന് വെള്ളമൊഴിക്കാം. വിടരുന്ന ഓരോ ഇലയും വിടർന്ന കണ്ണുകളോടെ എണ്ണി നോക്കാം. ഇത്രയും നാളത്തെ പ്രകടനങ്ങൾക്ക് പൊടുന്നനെ ഭംഗി നഷ്ടമായതറിഞ്ഞ് ഇനി മുതൽ സ്ഫടികഭരണിയിൽ ഇളമീൻ കുഞ്ഞുങ്ങൾ ചിറകുകൾ അനക്കാതെ വിശ്രമിക്കുമായിരിക്കും. എനിക്ക് ചുറ്റും മക്കളുടെ ആരവം പെട്ടെന്ന് നിലച്ചു. അത് സുമന എന്നെ പിടിച്ച് ഉലച്ചപ്പോഴാണ്. അരവിന്ദേട്ടൻ എന്താ ഒരു മാതിരി? അയാൾ വല്ലതും പറഞ്ഞതിനാണോ? അത് കാര്യാക്കണ്ട. അതിനുള്ളത് ഞാൻ നാളെ രാവിലെ അങ്ങോട്ട് പറഞ്ഞോളാം. അയാളെ ചീത്ത വിളിക്കാനാണോ കാരണങ്ങളില്ലാത്തത്? ഭാര്യ ഭർത്താവിന്റെ സങ്കടം മാറ്റാൻ വേണ്ടി ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുകയാണ്. ചെറിയൊരു വിളർച്ചയോടെ ഞാൻ സുമനയെ നോക്കി. പിന്നെ മക്കൾ കേൾക്കുമല്ലോ എന്ന പ്രയാസത്തിൽ പറഞ്ഞു, ഞാൻ പറഞ്ഞത് ശരിക്കും നുണയാണ്. നീ വിചാരിക്കും പോലെ അതൊരു ചെടിയല്ല. പിന്നെ സുമനയുടെ പുരികമുയർന്നു. മക്കളുടെ മിഴികളിൽ ആകാംക്ഷ താമര. അതൊരു മരമാണ്. ദുർബലമായ മാനസികഘടനയുള്ള ഭർത്താവിനെ മനസ്സിലാക്കി വച്ചിട്ടുള്ള സ്ത്രീകൾ ഇത്തരം സന്ദർഭങ്ങളിൽ പുറത്തെടുക്കുന്ന ആ നിശബ്ദ നോട്ടം സുമന എന്നെയും നോക്കി. അതിനൊരു 100 കിലോ കട്ടിയുടെ ഭാരമുണ്ട്. പക്ഷേ മക്കൾക്ക് അതൊന്നും വേവലാതി ഉണ്ടാക്കുന്ന പ്രശ്നമല്ല. ഹായ്, ക്രിസ്മസ് ട്രീ ആണോ അച്ഛാ? അച്ഛൻ എങ്ങനെയാ ട്രീ ഒക്കെ പിക്ക് ചെയ്തത്? മരമാണോ? ഉയരം വെക്കുന്ന പൂച്ചെടിയാണോ? സുമന ചോദിച്ചു. പൂച്ചെടി അല്ല, മരത്തൈ. ഒരു ഇലഞ്ഞി മരത്തിന്റെ തൈ. സൂര്യകാന്തി പൂക്കൾക്ക് ചന്ദന നിറം ചാർത്തി വലിപ്പം കുറച്ച് ക്ലോണിംഗ് നടത്തിയ മട്ടിൽ ചിതറിക്കിടക്കുന്ന ഇലഞ്ഞിപ്പൂക്കളുടെ ചിത്രം എന്റെ മനസ്സിൽ വാസനയോടെ നിറഞ്ഞു. ഞാൻ ടെറസിലേക്ക് നടന്നു. പൊട്ടിയ പാത്രങ്ങളും ചൂലിൻ കുറ്റികളും ഇട്ടിരുന്ന മൂലയ്ക്കപ്പുറത്ത് വെയിൽ കൊള്ളാത്തിടത്ത് തലേന്ന് നഴ്സറിയിൽ നിന്ന് വാങ്ങിയ ഇലഞ്ഞിത്തൈ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതെപ്പോഴാ ഇവിടെ കൊണ്ടുവന്ന് വെച്ചത്? സുമന അത്ഭുതപ്പെട്ടു. മക്കൾ ഉത്സാഹത്തോടെ മരത്തൈക്കരികിൽ കുത്തിയിരുന്നു. പാർട്ട് 4. ഹരിതമോഹനത്തിന് തുടർച്ച. ഇതെപ്പോഴാ ഇവിടെ കൊണ്ടുവന്ന് വെച്ചത്? സുമന അത്ഭുതപ്പെട്ടു. മക്കൾ ഉത്സാഹത്തോടെ മരത്തൈക്കരികിൽ കുത്തിയിരുന്നു. ആദ്യ ദിവസം മത്സ്യക്കുഞ്ഞുങ്ങളെ കൈവെള്ളയിലെടുത്ത് നോക്കിയതുപോലെ അവരിതിനെയും പരിശോധിച്ച് കളയുമെന്ന് എനിക്ക് തോന്നി. കുട്ടികൾ എന്താ ചെയ്യാ? കുഴിച്ചിട്ട ചെടികള് പറിച്ചു നോക്കും. എന്താണ്? വേര് പിടിച്ചോ എന്ന്. ചെയ്യാൻ പാടില്ല. അത് നമ്മൾ കുറച്ച് ദിവസം കാത്തിരിക്കണം, എന്നാലേ വേര് പിടിക്കുള്ളൂ. അതുപോലെ സ്ഫടികഭരണിയിലിട്ട മീൻകുഞ്ഞുങ്ങളെ കൈവെള്ളയിലെടുത്ത് നോക്കിയാൽ എന്തുണ്ടാവും? മീൻകുഞ്ഞുങ്ങൾ ചത്തുപോകും. അതിന് വെള്ളത്തിൽ മാത്രമാണ് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. അത് മനസ്സിലാവുന്നില്ല. കൊച്ചു കുഞ്ഞുങ്ങളല്ലേ, അവരവരുടെ കൗതുകം കൊണ്ട് ചെയ്യുന്നതാണ്. അച്ഛാ, ഈ ട്രീ എത്ര വലുതാവും? ഒരുപാട് വലുതാവും. വലുതാവുമ്പോ പൂവുണ്ടാവുമോ? പൂവുണ്ടാവും.
എന്താ പൂവിന്റെ പേര്? ഇലഞ്ഞിപ്പൂവ്. അപ്പൊ ട്രീയുടെ പേരോ? അതിന്റെ പേരും ഇലഞ്ഞിന്ന് തന്നെയാ മോളെ. നുണ പറയല്ലേ അച്ഛാ, അച്ഛന്റെ അമ്മയുടെയും പേരല്ലല്ലോ പീലിമോൾക്ക്. ഞാൻ കുഴങ്ങി. സുമന ഇതിലൊന്നും അത്ഭുതമില്ല എന്ന മട്ടിൽ നിൽക്കുന്നു. മോളെ, മനുഷ്യരെ പോലെയല്ല, പൂച്ചെടികളുടെ പേര് തന്നെയാ പൂവിനും. തെങ്ങിന്റെ പൂവ് തെങ്ങിൻ പൂവ്, താമരച്ചെടിയുടെ പൂ താമരപ്പൂ, അതേപോലെ. അല്ല അച്ഛാ, അതിന്റെയൊക്കെ ബൊട്ടാണിക്കൽ നെയിം വേറെയാ. അന്നേരം നമുക്കിതിന്റെ ഫാമിലിയൊക്കെ അറിയാൻ പറ്റും, തന്മയ തർക്കിച്ചു. ആ മതി മതി, രണ്ടാളും കൂടി. എന്നിട്ട് സുമന എന്നെ നോക്കി വളരെ ശാന്തമായി ചോദിച്ചു, ഇതെവിടെ നടാനാ പ്ലാൻ? രാജൻ പിള്ളയുടെ ആഗമനത്തോടെ പ്രസക്തിയേറിയ എന്നെ സംബന്ധിച്ച വസ്തുതകൾ ഞാൻ നിർലജ്ജം തുറന്നു കാട്ടേണ്ടത് വാസ്തവത്തിൽ ഇനിയാണ്. കുറെ കാലമായി നിയന്ത്രിച്ചു നിർത്തിയിട്ടുള്ള സുമനയുടെ പതിവ് ആവശ്യങ്ങളും മോഹങ്ങളും വീണ്ടും പുറത്തിറങ്ങി മുരണ്ട് നടക്കാനുള്ള സാധ്യതയും ഇനി മുതലാണ്. എവിടെ നടുന്ന് ചോദിച്ചാ തൽക്കാലം ഇവിടെ തന്നെ നടാം, ഒരു ചട്ടിയില്. പിന്നത്തെ കാര്യം പിന്നെ. ചട്ടിയിൽ വളർത്തുന്നതാണോ ഇലഞ്ഞി? അതല്ല, എന്നാലും നിവൃത്തിയില്ലാത്തപ്പോ ചട്ടിയിൽ വെക്കാം. വേണമെങ്കിൽ പിന്നീട് ഇത്തിരി കൂടി വലിയ ചട്ടി വാങ്ങാം. എന്നിട്ട് ഈ ടെറസ് നിറഞ്ഞ് 7ാം നിലയില് ഒരു മരം. അതോടെ എല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ. ഉള്ള കിടപ്പാടം കൂടി പോയി കിട്ടും, അല്ലേ? അതിനിത് മരമാവാൻ എത്ര കൊല്ലം പിടിക്കും? അതുവരെ ഇവിടെ വളരട്ടെ, ഒരു ഭംഗിയല്ലേ? സുമന എന്നെ ഒന്ന് രൂക്ഷമായി നോക്കി. ആ മീൻ കുഞ്ഞുങ്ങളെ ചെറിയ ഭരണിയിലിട്ട് അടച്ചതിന്റെ മനോവിഷമം നിങ്ങള് ആഴ്ചകളോളം ഈ പിള്ളേരുടെ മുഖത്ത് നോക്കി പറഞ്ഞു നടന്നില്ലേ? ലവ് ബേർഡ്സിനെ വളർത്താൻ പോലും നിങ്ങൾ എന്നെ സമ്മതിച്ചിട്ടില്ലല്ലോ. ഭരണി കിടക്കണ മീനും ചട്ടി വെച്ചിരിക്കുന്ന മരവും തമ്മിൽ എന്താ വ്യത്യാസം? എട്ടും പൊട്ടും തിരിയാത്ത പിള്ളേർക്കാണോ, 2 പിള്ളേരുടെ അച്ഛനായ നിങ്ങൾക്കാണോ ഇപ്പോ കളിപ്രായവും വിവരമില്ലായ്മയും? ഞാനൊന്നും പറഞ്ഞില്ല. സുമന ടെറസിൽ നിന്ന് അടുക്കളയിലേക്ക് നീങ്ങി. താൽക്കാലികമായി വായിക്കുന്നത് ഇവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.